നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ദീപക് സാറേ, സാർ ഇപ്പൊ കൈകാര്യം ചെയ്യുന്നത് നിസ്സാരമായ കാര്യമല്ല. ഒരു വിദ്യാഭ്യാസ മന്ത്രിയുടെ PA സ്ഥാനത്താ ദീപക് ഉള്ളത്. എന്നുവെച്ചാ ഏറ്റവും ശ്രദ്ധയോടെയും കാര്യക്ഷമതയോടെയും ചെയ്യേണ്ട ഒരു ജോലി തന്നെയാണിത്. ഞാനിതൊരു ജോലിയായിട്ടല്ല, സമയം പോക്കായാണ് കാണുന്നല്ലേ നീ പറഞ്ഞൊരു അർത്ഥം. ഞാൻ പറഞ്ഞത് നിനക്ക് മനസ്സിലായെന്നതിൽ സന്തോഷം. ഇതൊക്കെ പറയാൻ നീ ആരാടാ? അറിയാലോ, ആരെങ്കിലും ഈ വീട്ടിലൊന്ന് നിനക്കെതിരെ ആഞ്ഞു തുമ്മിയാ നിന്റെ സ്ഥാനം ഈ വീടിന്റെ പുറത്താ. നീ നിന്റെ പണി നോക്കടാ പോയി. ദീപക് എന്താ അവിടെ? ഏയ് ഒന്നുമില്ല അമ്മാവ. അമ്മാവന്റെ പഴയ PA എന്നൊന്ന് ഉപദേശിക്കായിരുന്നു. ഒരുപാട് കാലത്തെ എക്സ്പീരിയൻസ് ഉള്ള ആളല്ലേ. ആള് പറയുന്നത് എങ്ങനെയാ ഞാൻ കേൾക്കാതിരിക്കുന്നത്? നീ എന്തിനാ വെറുതെ ആവശ്യമില്ലാത്തൊരു പറയുന്നത് കേൾക്കാൻ നിൽക്കുന്നേ? എന്താ നിന്റെ കയ്യില്? അത് ഞാൻ ഈ പേപ്പേഴ്സിൽ അമ്മാവന്റെ സൈൻ വാങ്ങിക്കാൻ വന്നതാ. എന്ത് പേപ്പേഴ്സ്? നോക്കട്ടെ. ഇന്ന് തന്നെ സ്റ്റേറ്റിലെ എല്ലാ എഡ്യൂക്കേഷൻ ഓഫീസിലേക്കും അയക്കേണ്ട സർക്കുലറാണ്. ഹലോ, ആ പറയടോ. അതെ ഞാൻ വീട്ടില. ഓക്കെ അതെന്താണെന്ന് വെച്ചാൽ നിങ്ങളങ്ങ് ചെയ്താൽ മതി. ഏയ് അല്ല, മേഡം, ഋതിക മേഡം, ഋതിക മേഡം. റിതു, അയ്യോ മോളെ, എന്താ പറ്റി? മേലെ നിന്ന് നിലവിളക്ക് കയ്യിൽ വന്ന് വീണതാ. പ്രതാപ, നിനക്കെന്തെങ്കിലും പറ്റിയോ? ഇല്ല ചേച്ചി, അവൾക്ക് എന്തെങ്കിലും പറ്റിയോ നോക്ക്. ഡോക്ടറെ വിളിക്കാം. വേണ്ട വർമ്മ സാറേ, ചെറിയൊരു ചതവേ ഉള്ളൂ. ഡോക്ടർ വിളിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇത് ഞാൻ നോക്കിക്കോളാം. ഋതിക മേഡം, ഒന്ന് ചൂട് പിടിച്ചാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ ഇത്. യാമിനി മേഡം, കുറച്ച് ചൂടുവെള്ളം എടുത്തിട്ട് വരും. ശരി രാജു. എന്താ യാമിനി, എന്താ പറ്റിയേ? സെർവന്റെ കയ്യിൽ നിന്ന് വിളക്ക് താഴേക്ക് വീണു. ഏട്ടന്റെ ദേഹത്തേക്ക് വീഴേണ്ടതായിരുന്നു. ഋതുമോള് കൈകൊണ്ട് തട്ടി മാറ്റി. ഋതുമോള് കണ്ടില്ലായിരുന്നെങ്കിൽ വലിയൊരു അപകട തലനാരിഴയ്ക്ക് ഒഴിവായത്. പ്രതാപേട്ടൻ ഡോക്ടറെ വിളിക്കാന്ന് പറഞ്ഞതാ. രാജു പറഞ്ഞു വേണ്ട, ചൂട് പിടിക്കാന്ന്. ചൂട് പിടിച്ചാൽ മാറാവുന്നേ ഉള്ളൂ. പിന്നെ രാജുവിന് ഋതുവിനോടുള്ള സ്നേഹവും കരുതലും കാണേണ്ടതായിരുന്നു. മോള് വാ. സൂക്ഷിച്ചു പോ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.